ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ റോസ്മേരി വാട്ടർ. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോ രണ്ട് മാസം, ഏകദേശം 1.5 മാസം ആയിട്ടുണ്ടാവും. അപ്പോ ഇത് സെക്കൻഡ് ബോട്ടിലാണ്, ഇതിപ്പോ മേടിച്ചിട്ടുള്ളൂ. ഇത് ഫസ്റ്റ് ബോട്ടില്. ഇതിന്റെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയുണ്ട്? ഞാൻ ഇത് മേടിക്കുമ്പോൾ എനിക്ക് ഹെയർ കുറച്ച് കുറവുള്ളതാണ്. അപ്പൊ ഞാൻ ഇത് മേടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരെല്ലാത്തിനും പറയുന്നുണ്ട് നമ്മളെ മുടി നല്ലതായിട്ട് വളരും, എന്താ പറയാ, ചെറിയ ചെറിയ മുടികളുണ്ടാവും. അങ്ങനെ കണ്ടിട്ട് തന്നെയാണ് ഞാനും മേടിച്ചത്. ഫസ്റ്റ് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്ത്. ഞാൻ ഇതുവരെ അങ്ങനെ പുറത്തുനിന്ന് മേടിച്ചൊരു അങ്ങനത്തെ സംഭവം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അതേപോലെയാണ് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ നൈറ്റ് കിടക്കുന്ന ടൈമിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. എന്നിട്ട് പിറ്റേ ദിവസമാണ് കഴിക്കളയും. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. 1 മന്ത് തേച്ചപ്പോ എനിക്ക് ഹെയർ ചെറുതായിട്ട് ഇവിടെ ഇത് കണ്ടോ, ഇവിടെ എനിക്ക് കുറച്ച് ഹെയർ കുറവുണ്ട്. അപ്പൊ ചെറുതായിട്ട് തിക്നെസ് വരണ മാതിരി എനിക്ക് തോന്നി. എന്നാ പോലും ഞാന് അതുകൊണ്ട് ആ ഒരു ഇതിന്റെ പുറത്താണ് ഞാൻ 2ാമത്തെ കുപ്പി ഞാൻ മേടിച്ചത്. അപ്പോ എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാന് ഇപ്പൊ അടുത്താണ് എന്റെ മുട്ടിക്ക് ഇങ്ങനെ പഴഞ്ഞ് ചെകഞ്ഞ് നോക്കാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഡാൻഡ്രഫ് വന്നു. ഇതുവരെ എന്റെ തലയിൽ, കാരണം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം എനിക്ക് ഇടയ്ക്ക് മുഖത്ത് നെറ്റിയിൽ പിമ്പിൾസ് വരാണ്ട് ഇങ്ങനെ തരുന്നതാണ്. അപ്പൊ ഡോക്ടർ കാണിച്ചു. ഡോക്ടർ പറയാൻ എന്താ പറയാ, തലയിൽ താരനുണ്ടെന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തലയിൽ താരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുള്ള ഒരാളായിരുന്നു. ഇതുവരെ എന്റെ ഹെയറിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാം. ഇത് ഞാൻ നിങ്ങളടുത്ത് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കും? ചിലർക്ക് നല്ല റിസൾട്ട് കിട്ടിയവരുണ്ടായിരിക്കും, ചിലർക്ക് കിട്ടാത്തവരുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പോ ഞാൻ ഇത് കഴിഞ്ഞു, ഇത് യൂസ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. എനിക്കിങ്ങനെ ഇത് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാന്ന് വെച്ചത്. ഇനിയിപ്പോ എന്റെ സ്കിന്നിന്റെ അങ്ങനെ എന്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നു. കാരണം യൂട്യൂബിലൊക്കെ ഭയങ്കര നല്ല നല്ല റിവ്യൂസ് അല്ലേ വരുന്നത്. അപ്പോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യാൻ കാരണം എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പൊ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണിത്. എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഞാനിത് ചില ദിവസങ്ങളിൽ ഞാൻ പകലും യൂസ് ചെയ്യാറുണ്ട്, ചില ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ രാത്രി യൂസ് ചെയ്യാറുണ്ട്. ഐ തിങ്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കുളിക്കാണ്ടിരിക്കരുത്. കാരണം തല നനച്ച് കുളിക്കാണ്ടിരുന്ന നമുക്ക് തലവേദന വരാൻ ചാൻസ് ഉണ്ട്. എന്റെ ഫ്രണ്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അത് യൂസ് ചെയ്തത്. ഇപ്പോ അവൾ എന്റെ അടുത്ത് പറയുന്നുണ്ട് അവൾക്ക് ഇപ്പൊ നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്, ഉള്ളൊക്കെ പോകുന്നുണ്ട്. അങ്ങനൊക്കെ അവള് പറഞ്ഞു. ഞാൻ ഇവളുടെ അടുത്ത് ഇങ്ങനെ എനിക്ക് ഡാൻഡ്രഫ് വന്നടി, എനിക്ക് ഇങ്ങനത്തെ ഡാൻഡ്രഫ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഹെയർ കൊഴിയുന്ന മാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാ അതാവില്ല. കാരണം നമ്മള് ഒരു യൂട്യൂബിൽ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ അവിടുത്തെ പറഞ്ഞ അതാവില്ല, വേണമെന്നില്ല. അപ്പൊ അവള് പറഞ്ഞു എന്റെ അടുത്ത് ഇത് തേച്ചതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ചിലവർക്ക് എന്താ പറയാ, ചിലപ്പം എന്റെ അതേ സ്കിൻ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക്. ഇപ്പൊ എനിക്ക് അത് ആക്ട് ആവണില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ആക്ട് ആവണം എന്നില്ല. ചിലപ്പോൾ മേ ബി ആക്ട് ആയേക്കാം, അല്ലെങ്കിൽ ആക്ട് അല്ലാണ്ടിരുന്നേക്കാം, അതെനിക്കറിയില്ല. എനിക്ക് തേച്ചിട്ടുണ്ടായത് എന്താന്ന് വെച്ചാല് ഹെയർ ഗ്രോത്ത് ആവുന്നുണ്ട്, ഹെയർ ലെങ്ത് വരുന്നുണ്ട്, കൂടെ ഡാൻഡ്രഫും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങളത് യൂസ് ചെയ്യാം. ഒരു ബോട്ടിൽ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് നിങ്ങളെ ഹെയർ കെയർ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട്, ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ ഡാൻഡ്രഫും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പൊട്ടുണ്ടോ, കൊഴിയുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കുഴപ്പമില്ല തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ബോട്ടിൽ മേടിക്കാം, എന്നിട്ട് യൂസ് ചെയ്യാം. അല്ലാണ്ട് അവള് പലതും കണ്ടിട്ട് പെട്ടെന്ന് ഞാനതുപോലെ പറ്റിയതാണ്. ഞാൻ പെട്ടെന്ന് ഞാൻ നല്ലോണം വിശ്വസിച്ചു. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്താൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിക്കാണ്ടിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇപ്പോഴാണ് അടുത്ത ബോട്ടിൽ മേടിച്ചു. അതിനുശേഷം ഞാനിങ്ങനെ പറഞ്ഞല്ലോ. പക്ഷെ ഡാൻഡ്രഫ് ഉണ്ടാകുമ്പോൾ നമ്മളത് ഹെയറിനെ ബാധിക്കും, ഹെയർ കൊഴിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കാം. ഇപ്പൊ എന്റെ പോലെ ആവില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉണ്ടായിന്ന് വരില്ല. അപ്പൊ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നാണ്, നമ്മുടെ ഹെയർ ആണ്, ഒക്കെ നമ്മുടേതാണ്, ബാക്കിയുള്ളവരുടെ എല്ലാം. അപ്പൊ നമ്മളത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ബാക്കി യൂസ് ചെയ്യാം. ഞാനിപ്പോ എന്റെ ചാനലിൽ തുടങ്ങിയിട്ട് ഇപ്പോ കുറച്ചായിട്ടുള്ളൂ. ഇപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോ എന്തെങ്കിലും എന്താ പറയുക, കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഒക്കെ പറയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് ലോങ് വീഡിയോ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മര്യാദയ്ക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ ഇതിവിടെ എൻഡ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ
എന്റെ പുതിയ ചാനലാണ്. മീൻസ് പുതിയ ചാനലിലെ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, താങ്ക് യു.